ക്വസ്റ്റ്യൻ നമ്പർ 24 പോകുന്നത്. ഏതാണ് ക്വസ്റ്റ്യൻ? ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് X2 ഡെൽറ്റ എച്ച് ബോണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രം ദ ഗിവൺ ഡാറ്റ ഓഫ് കിലോ ജൂൾ മോൾ ഇൻവേഴ്സ്. ഇവിടെ തന്നിരിക്കുന്നത് എം പ്ലസ് എക്സ് ഗീവ്സ് എം പ്ലസ് എക്സ് ലാറ്റിസ് എനർജി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 800 ഡിസോസിയേഷന് വേണ്ടിയിട്ട്. നൗ നെക്സ്റ്റ് ഈസ് M changes to M gas, sublimation energy 100, M gas M plus ionization enthalpy 500 kilojoule, X electron gain enthalpy X minus ആവുന്ന സമയത്ത് minus 300 kilojoule, then M plus X2 delta H formation തന്നിട്ടുണ്ട്, that is minus 400 kilojoule. എന്താ ക്വസ്റ്റ്യൻ? തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബോൺ ഹേബർ സൈക്കിൾ NaCl നെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ NaCl നെ കുറിച്ചുള്ള തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ബോൺ ഹേബർ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ ബോൺ ഹേബർ സൈക്കിൾ ഈ പറഞ്ഞിരിക്കുന്ന വസ്തുവിന്റെ ഒന്ന് വരച്ച് നോക്കട്ടെ. ദിസ് ഈസ് ആക്ച്വലി NaCl ലെവൽ തന്നെയാണ്. അപ്പൊ നമുക്ക് M സോളിഡ് ഫോമിലുള്ള വസ്തു ഇസ് റിയാക്റ്റഡ് വിത്ത് 1/2 X2 ഗ്യാഷ്യസ് ഫോമിലുള്ളത്. ഇറ്റ് ക്യാൻ ഗെറ്റ് M plus X minus സോളിഡ് ഫോമിൽ. ഇതിന് ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? M ഗ്യാസ് ഫോമിലേക്ക് മാറ്റുന്നു. അതിനാവശ്യമായ എനർജിയാണ് ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. ഇതിനെ ഞാൻ ഇനി എന്ത് ചെയ്യണം? M പ്ലസ് ഗ്യാസ് ഫോമിലേക്ക് മാറ്റണം. ദിസ് ഈസ് ആക്ച്വലി ഡെൽറ്റ എച്ച് അയനൈസേഷൻ. ഇതിനെ ഞാൻ എന്ത് ചെയ്യണം? 1/2 ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ X ഗ്യാസ് ഫോമിലാവും. ഇതിലേക്ക് ഞാനൊരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് എക്സ് മൈനസ് ഗ്യാസ് ഫോമിൽ. ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആൻഡ് ഇത് രണ്ടും ഞാൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് ദിസ് വൺ. ദിസ് ഇസ് ആക്ച്വലി ഡെൽറ്റ എച്ച് ലാറ്റിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്താൽ, ഈ ഒരു കേസിൽ ഞാൻ ഹെസ്സസ് ലോവിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഐ ക്യാൻ ഗെറ്റ്? ദെർഫോർ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് Mx വിൽ ബി ഈക്വൽ ടു എന്താ പറയാം? ആദ്യം എന്തൊക്കെയാ? ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ പ്ലസ് ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ആരുടെ? എമ്മിൻ്റെ ഓഫ് M plus delta H ionization enthalpy of M plus half into bond dissociation enthalpy of X2 plus electron gain enthalpy of X2 plus lattice enthalpy of Mx, or that is equal to delta H formation minus 400. സബ്ലിമേഷൻ എൻതാൽപ്പി എത്രയാണ് തന്നിരിക്കുന്നത്? 100 പ്ലസ് അയണൈസേഷൻ എൻതാൽപ്പി 500 പ്ലസ് 1/2 ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് നെക്സ്റ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മൈനസ് 300 പ്ലസ് ലാറ്റിസ് എൻതാൽപ്പി. ഇവിടെ നിന്ന് ഡിസോസിയേഷൻ ആണ്, അപ്പോൾ നമ്മൾ അസോസിയേഷൻ നമ്പർ തിരിച്ചെടുക്കണം. മൈനസ് 800. നമുക്കിവിടെ ആക്ച്വലി എടുക്കാം. വി ക്യാൻ ടേക്ക് മൈനസ് 800. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു, എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 600 പ്ലസ് 1/2 ബോണ്ട് എൻതാൽപ്പി പ്ലസ് മൈനസ് 1200 minus 1100, or that is equal to 1/2 bond enthalpy minus 500, which implies
400 മൈനസ് 400 പ്ലസ് 500 ഈക്വൽ ടു 1/2 ബോണ്ട് എന്താൽപ്പി, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഈസ് ഈക്വൽ ടു 1/2 bond enthalpy, or bond enthalpy is equal to 2 into 100, that is 200 kilojoule per mole. So മക്കളെ എന്താ ആൻസർ വന്നേ? 200 kilojoule per mole. സോ നമുക്കിവിടെ ആൻസർ എന്ത് വരും? 200 അല്ലേടാ, 200 kilojoule per mole. ഇപ്പോൾ ബോണ്ട് ഹേബർ സൈക്കിൾ വരച്ച് അതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആണോ?